എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങാക്കായ പരിപ്പ് കറി ഉണ്ടാക്കാം. തേങ്ങയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മുരിങ്ങക്കായ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് മുരിങ്ങക്കായ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിന്റെ മുകളിലത്തെ ആ ഒരു തൊലിഭാഗം ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ വേണ്ട ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ മുരിങ്ങക്കായ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് 3 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുരിങ്ങാക്കായ കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ചു വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് കുറച്ചു കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മുരിങ്ങാക്കായ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. നെയ്യ് നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 വറ്റൽമുളകും 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇതിവിടെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ തക്കാളി ഇവിടെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കായ ആ വെള്ളം അടക്കം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്പം മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ വിതറി കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ വേണ്ട ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നല്ല ടേസ്റ്റിയുമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.